ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നൂഡിൽസാണ്. നൂഡിൽസ് കൊണ്ട് അടിപൊളി ഒരു സംഭവം ചെയ്യാൻ പോകണത്. അപ്പോൾ നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഇതിനകത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട്. ഓക്കെ, നമുക്ക് കപ്പ ഒന്ന് തൊണ്ട് കളഞ്ഞെടുക്കാം കേട്ടോ. ഇന്ന് നമ്മുടെ നൂഡിൽസിൽ എന്നാ പറയുക, കപ്പയും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തൊരു നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറൈറ്റി സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നൂഡിൽസിന് വേണ്ടിയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യണം. നമ്മൾ കപ്പ വെച്ചിട്ടുണ്ട്, ഞാൻ കപ്പ ഒഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ പച്ചക്കറികൾ സവാള, തക്കാളി, ക്യാപ്സിക്കം, പച്ചമുളക്, മല്ലിയിലയും ഉണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് അരിഞ്ഞെടുക്കാം. ഓക്കെ, നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉണ്ടോ ചെറിയ പീസായിട്ട് ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി തന്നുണ്ടോ? ആ, ഇന്ന് കുഞ്ഞുണ്ണീനെ നൂഡിൽസ് നമ്മൾ തീറ്റിക്കും വെറൈറ്റി ആയിട്ട് കേട്ടോ. ക്യാപ്സിക്കം ഉണ്ട്, ഇതും കൂടെ നമുക്ക് അതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം. ഓക്കെ, ചെറിയ ഇതിന് എരിവില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പിള്ളേർക്ക് കഴിക്കാനായാലും കുഴപ്പമില്ല. എരിവ് കുറവല്ലേ? എരിവ് കുറവെന്നല്ല, ചെറിയൊരു ഇതുള്ളൂ, എന്നാലും എരിവില്ല. എല്ലാവരും കഴിക്കാൻ നല്ല സാധനം അത്. അരി അത് വേണ്ട, കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുത്താൽ മതി. നൂഡിൽസ് വെന്ത് സെറ്റായുണ്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി നമുക്ക് വാങ്ങി വയ്ക്കാം. ഇത് വാങ്ങിയെടുത്തിട്ട് ഇതൊരു അരിപ്പ പാത്രമുണ്ട്, അപ്പോൾ ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ സാധനം സെറ്റായി കിട്ടും. കണ്ടോ? വാവോ, സംഭവം അടിപൊളി. ഇത് ഇനി ഇങ്ങനെ എടുത്ത് പൊക്കി കഴിയുമ്പോൾ എൻ്റെ അടിയിൽ വെള്ളം പൊക്കോളൂ. കണ്ടോ? ഇവിടെ ഇരുന്നാൽ വെള്ളം പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ വയ്ക്കാം. അപ്പോൾ വെള്ളം ഊർന്ന് പോയി നല്ല സെറ്റായിക്കോളും. നമുക്കിനി കപ്പ വേവിച്ചെടുക്കാം. കപ്പ വെച്ചോ. അപ്പോൾ കപ്പ നമുക്ക് കുറച്ച് ഉപ്പിട്ട് വേവിക്കണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ എടുത്ത് വെച്ചോ. ഉപ്പും കൂടെ ഇട്ട് അങ്ങോട്ട് വേവിക്കാം. ഇത് ചെരിഞ്ഞെടുക്കണം, നേരെ കേട്ടോ. ഓക്കെ, ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടേ. കുറച്ചിട്ടാൽ മതി. മതി. അപ്പോൾ ഇത് നന്നായിട്ട് വേവട്ടെ. നന്നായിട്ട് വേണ്ട, ഒരു മുക്കാൽ ഭാഗം വേന്താൽ മതി. അപ്പോൾ നമ്മുടെ കപ്പ പുഴുങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പുഴുങ്ങിയില്ല, അതൊരു മീഡിയം പുഴുങ്ങിയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ട് കുരുരാന്ന് അരിഞ്ഞെടുക്കണം. നൂഡിൽസ് ഇടാൻ പാകത്തിന് കത്തിയും കൊണ്ട് തന്നെ അരിഞ്ഞെടുക്കാം. ഒത്തിരി വേവിച്ചിട്ടില്ല കേട്ടോ, അവിടെ ഒരു മീഡിയം വേവിച്ചിട്ടുള്ളൂ. ഉണ്ടോ? അരിഞ്ഞെടുക്കാൻ ചിലപ്പോൾ ഇച്ചിരി പാടായിരിക്കും. കപ്പയല്ലേ, ഉണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ ഉണ്ടോ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ഉണ്ടോ? ഇത് കണ്ടോ? നിങ്ങൾ നോക്കിക്കോട്ടോ. ഇത് കൂട്ടാ കണ്ടോ? ഇങ്ങനത്തെ പീസായിട്ട് നമ്മൾ അരിയുക. ഇതുണ്ടോ? ഇങ്ങനെ കുരുരാന്ന് വേണം, എന്നാലാണ് നമ്മൾ നൂഡിൽസിലേക്ക് ഇടുമ്പോൾ അത് സെറ്റായിട്ട് ഇട്ടുള്ളൂ. ഓക്കെ, കണ്ടോ? ഇപ്പോൾ കപ്പയും കൂടെ നൂഡിൽസ് കിടന്ന് വെന്ത അതിനകത്ത് പിടിച്ച് ചെയ്യാൻ വേണ്ടല്ലോ. എൻ്റെ മച്ചാനെ ഒന്നും പറയാനില്ല, സംഭവം സെറ്റാവും. അടിപൊളി. കണ്ടോ? ഇത് മൊത്തം നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം. നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. നമ്മുടെ വെറൈറ്റി നൂഡിൽസാണ്. വെറൈറ്റി ആരും കഴിക്കാത്ത ചെയ്ത നൂഡിൽസാണ്. കഴിച്ചാണെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മുടെ ഒരു ഐഡിയ തോന്നിയ വെറൈറ്റി സംഭവമാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സവാള ഇട്ട് കൊടുക്കാം. സവാള പച്ചവളം ഇട്ടോ, ഒന്നിച്ചിട്ടോ, കുഴപ്പമില്ല. തീരെ കുറച്ചില്ല കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയൊന്ന് അത് നമ്മുടെ സവാള ഏകദേശം വാടി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. ഓക്കെ, തക്കാളി ഇട്ടു, ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. മല്ലിയില,
അപ്പോൾ നമുക്ക് തക്കാളിയും ക്യാപ്സിക്കവും ഇതെല്ലാം നന്നായിട്ടൊന്ന് ഏകദേശം ഒന്ന് വെന്ത് സെറ്റായി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിത് മസാല കണക്ക് ഒന്ന് ചെറിയ ഗ്രേവി കണക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ മസാല ഇട്ട് കൊടുത്തു, മല്ലി ഇട്ട് കൊടുത്തു. ഇനി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇത്തിരി വേണ്ട, നമുക്ക് കുറച്ച് ശകലം മതി. കണ്ടോ, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. ഗരം മസാല ഉണ്ട്, ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇടണോ? ഒന്ന് കേട്ടോ. ആ ഓക്കെ. അപ്പോൾ ഈ മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ എല്ലാത്തിൻ്റെ ഒരു പച്ചപ്പുണ്ട്. ആ പച്ചക്കുത്തലങ്ങ് മാറി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് വേവിക്കണം. ഇതിൻ്റെ ആ പച്ചക്കുത്തലൊന്ന് മാറ്റം കേട്ടോ. മുട്ട പൊട്ടിച്ച് ഇടാം. നമുക്ക് 6 മുട്ട എടുത്താണ്. അപ്പോൾ ആ മുട്ട പൊട്ടിച്ചതിനകത്തേക്ക് സെറ്റ് ചെയ്യാം. തക്കാളിയും ക്യാപ്സിക്കവും സവാള എല്ലാം നല്ല സെറ്റായുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയും കൂടെ ഇതിനകത്തേക്ക് പെട്ടെന്ന് അവിടെ കുത്തി ഒഴിച്ചോ, അല്ലെങ്കിൽ സംഭവം അടി പിടിച്ചു പോകും. 6 മുട്ടയാണ് നമ്മളിതുപോലെ ഉണ്ടോ. കുഞ്ഞുണ്ണേനെ പൊട്ടിച്ച് നിലത്തടി പൊട്ടിപ്പോട്ടോ. നിലത്തടി പോവും. അമ്മച്ചി പൊട്ടിച്ചോളും. എന്തേ കത്തിക്ക് ഉണ്ടോ. ഒരു മുട്ടയുണ്ട്. ആ കുഞ്ഞുണ്ണിക്ക് ഒരു ആഗ്രഹം പൊട്ടിക്കണമെന്ന്. അപ്പോൾ കുഞ്ഞുണ്ണി പൊട്ടിച്ച് ഒഴിക്കാൻ പോകണം. ആ പൊളിച്ചു, അടിപൊളി. ഇവിടെ ഉണ്ടോ. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കി ഈ ഗ്രേവിയുടെ കൂടെ ഇത് ചേർക്കണം. അപ്പോൾ ഇതൊന്ന് ഉണ്ടോ. നന്നായിട്ട് ഫ്രൈ ആയവരാണ് കേട്ടോ. അതെ, ഇതുപോലെ ചെറിയ ഗ്രേവി പോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കണം. നൂഡിൽസ് ഇട്ടോ, അതാണ് ആ നൂഡിൽസിലൊക്കെ ഇതെല്ലാം സെറ്റായിട്ട് പിടിക്കും. പെട്ടെന്ന് ഇട്ടോ, അടി പിടിക്കാതെ. കിട്ടോ, മൊത്തത്തിലങ്ങ് കിട്ടോ. അങ്ങനെ കിട്ടോ. നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് മറച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിനി വേവിച്ച് വെച്ചാൽ കപ്പ ചെറുതായിട്ട് നുറുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇട്ടുകൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ ചിച്ച് അങ്ങോട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടോ. അപ്പോൾ ഞാൻ ഇളക്കട്ടെ. ഇളക്കിയിട്ട് എങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാത്തിനും ഇട്ടോ. ഞാനിവിടെ ഇളക്കുമ്പോൾ ഇട്ടുകൊണ്ടിരുന്നു ഉണ്ടോ. കപ്പയുടെ ടേസ്റ്റും മുട്ടയുടെ ടേസ്റ്റ് എല്ലാം കൂടെ ഒരു സംഭവം പൊളിച്ചു ഉണ്ടോ. ഉണ്ടോ. വെള്ളം ചോദിച്ചാലോ. നമ്മളിതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കപ്പയും കൂടെ ഇട്ടൊന്ന് എല്ലാത്തിനും ഒന്ന് മിക്സ് ആവണം. എന്ന് വെച്ചാൽ ഈ നൂഡിൽസിൻ്റെ ഉള്ളിക്കടയും കണ്ടോ വെള്ളം കണ്ടോ. ചെറിയൊരു ഗ്രേവിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കണ്ടോ. ഈ ഗ്രേവിയൊക്കെ ഇതിനകത്ത് പിടിക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. കപ്പ മുട്ട എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത സംബന്ധി ഇവിടെ നോക്കി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കഴിച്ചു നോക്കാം. അപ്പോൾ അതെ നമ്മുടെ നൂഡിൽസ് കൂട്ടന്മാരെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി കഴിച്ചു നോക്കാം. ഇത് കോരിയിട്ട്. ഓക്കെ, കേട്ടോ നല്ല സെറ്റായുണ്ട് കേട്ടോ. അതെ വാവ് ഉണ്ടോ, അടിപൊളി ഉണ്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ നൂഡിൽസ് എന്നാ പറഞ്ഞ കപ്പ മുട്ട പിന്നെ എന്നാ വെജിറ്റബിൾസ് അത് അങ്ങനെ എല്ലാം കൂടെ ഇട്ട് കപ്പയും മുട്ടയിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ട്. പക്ഷേ കപ്പയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇവരെല്ലാവരും കഴിക്കാൻ സെറ്റായിട്ടിരിക്കണേ. അപ്പോൾ
നമ്മൾ നാടൻ രീതി തന്നെയാണ് ചെയ്യണേ. നമ്മൾ സ്പൂണോ പോർക്കോ ഒന്നുമില്ല. സായിപ്പ്മാരൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ നാടൻ രീതി നമ്മുടെ കൈ വെച്ച് തന്നെ കഴിക്കാൻ പോണേ. ആ കൈ കൊണ്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഇത്. അപ്പം കഴിച്ചു നോക്കാം. ഓക്കെ, കഴിച്ചോ. കപ്പയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നൂഡിൽസ് മാത്രമല്ല കേട്ടോ, ചൂടുണ്ട് കേട്ടോ ഞാന്. കപ്പയൊക്കെ നമ്മളൊരു മുക്കാഭാഗം വേവിച്ചോളൂ. അതിനാ പറഞ്ഞേ ആ കപ്പയുടെയും ആ മുട്ടയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ, ആ നൂഡിൽസും കൂടെ ഇപ്പോൾ സൂപ്പറായിട്ട്. മല്ലിയിലേക്ക് ഇട്ടപ്പോൾ മല്ലിയിലയുടെ ആ ചെറിയൊരു ഇതൊക്കെ ഇല്ലേ. പിന്നെ ആ നമ്മുടെ എന്നാ പറഞ്ഞാൽ ഗരം മസാല ഇട്ടുകൊണ്ട് മസാലയുടെ ഒരു ഫ്ലേവറും കൂടെ സെറ്റ് ആയിട്ട് ഉണ്ട് കേട്ടത്. സംഭവം സെറ്റാണ്, അടിപൊളി. നമ്മൾ ഒത്തിരി എരിവിന് വേണ്ടി മസാലകളോ ഒത്തിരി മുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർത്തില്ല. സിമ്പിളായിട്ട് കപ്പ ഇട്ടപ്പോൾ വേറെ ടേസ്റ്റ് കേട്ടോ. നല്ല അതിനെ തിക്കായിട്ടിരിക്കുന്നുണ്ട് അല്ലേ. ഒത്തിരി ഒഴുക്കലല്ല. ഒരു നമ്മൾ കപ്പ അന്ന് പറഞ്ഞാൽ കണ്ടോ കയ്യിൽ കണ്ടതേ. ഒത്തിരി നമ്മൾ വേവിച്ചില്ല, ഒരു മീഡിയം വേവിച്ചോളൂ, മുക്കാൽ ഭാഗം വേവിച്ചോളൂ. എന്നാൽ അല്ലെങ്കിൽ കുഴഞ്ഞ് ഇതായി പോകണതുകൊണ്ട് ഇങ്ങനെ വേവിച്ചോളൂ. അപ്പോൾ കപ്പയാണ് തിന്നുമ്പോൾ കപ്പയെ നമുക്ക് കടിക്കാൻ കിട്ടും. വേറെ ഫീലാണ് തരും. അടിപൊളി. ഇത് ചൂടോടുകൂടിയോടെ കഴിക്കാൻ കുറച്ചും കൂടെ ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറമാനുണ്ട്, കിച്ചിക്കുട്ടനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? കപ്പയൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട്. കപ്പയൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട് ആണോ? അപ്പോൾ എന്നാ പറഞ്ഞത്, ഇങ്ങനെ ചൂടോടുകൂടി കണ്ടോ, ചൂടോടുകൂടി കഴിക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ഇട്ടുള്ളൂ. സൂപ്പർ. നമ്മൾ വീട്ടിൽ മാഗി വാങ്ങിക്കുമ്പോൾ മുട്ടയിട്ട് എല്ലാവരും ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയല്ല, അത് നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കണം വലിയ നൂഡിൽസാണ് വെച്ചാൽ, അതും കപ്പയിട്ട് കഴിക്കണം. പൊളി, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കിയ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ചാൽ ഇതുപോലെയുള്ളൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് നമ്മൾ വരും. അതുവരെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ. നല്ല ചൂടുണ്ട്.